2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ചർച്ച ലക്കി ഡ്രോയിനെ പറ്റിയിട്ടാണ്. അതിൽ ഒന്നാമത്തെ ആളാരാണ്? പാണ്ടിക്കാട് കുഞ്ഞൻ. അയാൾ ചെയ്ത തട്ടിപ്പ് അയാൾക്ക് തന്നെ അറിയാം. പണത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത തട്ടിപ്പാണെന്ന് അയാൾക്കറിയാം. എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതല്ല, അത് തട്ടിപ്പല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിച്ച് മെഴുകി അയാൾ ഓരോ ദിവസവും വരുന്നുണ്ട്. അതുപോലെ ഇവർ ചെയ്തിട്ടുണ്ട്, അവർ ചെയ്തിട്ടുണ്ട്, മറ്റവർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്വന്തം കുറ്റത്തെ, സ്വന്തം തട്ടിപ്പിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രവാസിയായ ഒരാൾക്ക് വേണ്ടിയാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞൻ. അയാൾക്ക് വേണ്ടിയെന്ന് പറയാൻ പറ്റില്ല, നല്ലതുപോലെ സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടിയും കൂടിയുള്ള ഒരു അവസരം പാഴാക്കാതെ ഇത് തട്ടിപ്പാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. ഈ പ്രവാസി ആദ്യം വളരെ വലിയൊരു കോടീശ്വരനായിരുന്നു. ഇപ്പോൾ കടത്തിലൊക്കെ ആയതുകൊണ്ട് അയാളുടെ വീട് വിൽക്കണം. അതിനാണ് ഈ കൂപ്പണാക്കിയിട്ട് നറുക്കെടുപ്പിലേക്കൂടെ. അപ്പോൾ ഈ നറുക്കെടുപ്പ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളൊരു ബക്കറ്റിൽ എന്തെങ്കിലും സാധനം വീണു പോയാൽ നമ്മൾ കൈ നല്ല ആഴത്തിലാഴ്ത്തിയിട്ട് ആ സാധനം കറക്റ്റ് എവിടെയാണെന്ന് നമുക്കറിയാം. അതെടുത്തിട്ട് നമ്മളിങ്ങനെ പൊക്കിയെടുക്കുന്നത് പോലെയായിരുന്നു ആ നറുക്കെടുപ്പ്. സാധാരണ നറുക്കെടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു ബൗളിനകത്തിട്ടിട്ടുള്ള നറുക്കെടുപ്പായാലും അതല്ല വലിയ രീതിയിലുള്ള നറുക്കെടുപ്പായാലും അത് നല്ലതുപോലെ ഒന്ന് കുടഞ്ഞ് അങ്ങനെ നല്ലതുപോലെ ഇളക്കി കുടഞ്ഞ് അങ്ങനെയല്ലേ നറുക്കെടുപ്പ് ചെയ്യുന്നത്. ഇതല്ല, എന്തോ നമ്മൾ വെച്ചതുപോലെ, അതായത് വെള്ളത്തിലിങ്ങനെ കൈയിട്ടിട്ട് ഉള്ള സാധനം ഇങ്ങ് എടുക്കുന്നത് പോലെയായിരുന്നു ആ നറുക്കെടുപ്പെല്ലാം. നറുക്കെടുപ്പിൽ ഫസ്റ്റ് അടിച്ചത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവാസിയുടെ തന്നെ മകൻ്റെ കൂട്ടുകാരനോ അങ്ങനെ ആരോ, എന്തായാലും എല്ലാം ഇവരുടെ ആൾക്കാർ തന്നെയാണ് അടിച്ചെടുത്തതെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അത് തെളിയിക്കുമെന്നൊക്കെ പറഞ്ഞു. അതിലൊരു ഖേദകരമായൊരു കാര്യം കണ്ടത്, നമ്മുടെ KL ബ്രോ ബിജു എന്ന് പറയുന്ന ഒരാളും കൂടി ഈ തട്ടിപ്പിൽ വന്നിട്ടുണ്ട്. ഇത്രയും കേരളത്തിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി യൂട്യൂബിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന അയാൾക്കും ഇങ്ങനെയുള്ളൊരു തട്ടിപ്പിൻ്റെ പണം ആവശ്യമുണ്ടോ? എന്തായാലും ഇത്രയും നല്ല ഉയരങ്ങളിൽ യൂട്യൂബിൽ നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടത്ര പണം അതിൽ നിന്ന് തന്നെ കിട്ടും. എന്നാൽ അതിനേക്കാളൊരു ആർത്തി, എന്തായാലും പണം എത്ര കിട്ടുമെങ്കിലും നമുക്ക് മതിയാവില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല അല്ലേ? എത്ര പണം കിട്ടുമെങ്കിലും ഇങ്ങനെയുള്ള തട്ടിപ്പിൽ നിന്നായാലും കുറച്ച് പണം എൻ്റെ പോക്കറ്റിലും വരുമല്ലോ എന്നുള്ളൊരു ചിന്തയിലായിരിക്കാം എല്ലാവരും ഇങ്ങനെ പോകുന്നത്. ഏതായാലും ആ ചർച്ച ഇങ്ങനെ പുരോഗമിച്ച് നിൽക്കുമ്പോൾ വേറൊരു തട്ടിപ്പ് കണ്ടു. TT ഫാമിലിയിലെ ആ ഷെമിയും ഭർത്താവും ബെഡ്ഷീറ്റ് വിൽപ്പന. ഈ ബെഡ്ഷീറ്റിന് 1000 രൂപയാണ് കേട്ടോ. അത് എങ്ങനത്തെ ബെഡ്ഷീറ്റാണ്? നല്ലതാണോ അല്ല ചെറുതാണോ വലുതാണോ ഇതൊന്നുമില്ല, ഒരു ബെഡ്ഷീറ്റ്. ഈ ബെഡ്ഷീറ്റിന് 1000 രൂപയാണ്. അതിന് ഭയങ്കര പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. ഈ ബെഡ്ഷീറ്റ് വാങ്ങിയാൽ നമുക്കൊരു കൂപ്പൺ ഫ്രീ ആയിട്ട് കിട്ടും. ഈ കൂപ്പണിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നത് 30 പവനാണ്. സെക്കൻഡ് ഒരു കാറാണ്, പിന്നെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഇലക്ട്രിക് സ്കൂട്ടർ 6-7 ഇലക്ട്രിക് സ്കൂട്ടർ കൊടുക്കുന്നുണ്ട്, ഡയമണ്ട് റിങ് കൊടുക്കുന്നുണ്ട്. അതാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്, അതാണ് ഇവർ പറയുന്നത്. ഇത് പൊതുജനത്തിനെ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരസ്യമാണ് കേട്ടോ. ഏതായാലും മണ്ടന്മാരായ ജനങ്ങൾ എന്തായാലും പോയി വാങ്ങിക്കും. അങ്ങനെയാണല്ലോ ഫാമിലി വ്ളോഗിനെ. ഇവർക്ക് ഒരു സീരിയൽ കാണുന്ന പോലെ അഡിക്റ്റാണ് ഇങ്ങനെയുള്ളവർ. പലതും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ ഭയങ്കരമായ രീതിയിൽ പണപ്പിരിവ്, അങ്ങോട്ടും ഇങ്ങോട്ടും തെറി, അല്ലെങ്കിൽ എങ്ങനെയാണ് തട്ടിപ്പ്, ഇതിലൊന്നും ആരുടെയും കണ്ണ് പതിയുന്നില്ല. കാരണം ഇതൊക്കെ തട്ടിപ്പാണ്. കാരണം ഗവൺമെൻറ് അംഗീകരിച്ച, ലീഗലി ഇത് അംഗീകരിച്ചൊരു കാര്യമല്ലല്ലോ ലക്കി ഡ്രോ ഇതൊന്നും. അപ്പോൾ ഈ പാണ്ടിക്കാട് കുഞ്ഞൻ ചെയ്ത ആ ഒരു നറുക്കെടുപ്പായാലും ഇപ്പോൾ TT ഫാമിലിയിലെ ഷെമിയും ഭർത്താവും ചെയ്യുന്ന ഈ ഒരു നറുക്കെടുപ്പായാലും ലീഗലി ഇത് ചെയ്യാൻ പാടില്ല. ഗവൺമെൻറ് അംഗീകരിച്ചതോ അങ്ങനെയുള്ളൊരു കാര്യമല്ല ഇവർ ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു 1000 രൂപക്ക് ഒന്നും വേണ്ട, ഒരു 500 രൂപക്കായാലും കടകളിൽ നിന്ന് ബെഡ്ഷീറ്റ് കിട്ടാനിരിക്കെ ഇവർ ചെയ്യുന്ന പരസ്യത്തിൽ 1000 രൂപക്ക് ബെഡ്ഷീറ്റ് വാങ്ങുന്നത് ഈ 30 പവൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? ഈ പാണ്ടിക്കാട് കുഞ്ഞനൊക്കെ ചെയ്തതുപോലുള്ളൊരു നറുക്കെടുപ്പായിരിക്കും ഇവരും ചെയ്യുന്നത്. അതിലൊരു ഡയമണ്ട് റിങ് കൊടുക്കുക കണ്ടിട്ടുണ്ടായി. ഇത്രയും വലിയൊരു നറുക്കെടുപ്പിൽ 1-2 ആൾ നിന്നിട്ട്, സെയിം അവിടെയും അങ്ങനെയായിരുന്നു, 10-20 ആൾ നിന്നിട്ടുള്ളൊരു നറുക്കെടുപ്പ്. അതുപോലെ തന്നെ ഇപ്പുറത്തും ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും പാഠം പഠിച്ചിട്ടും പഠിക്കാത്തത്? ഈ ഒരു ഹീറോ പോലെ, അതായത് ഫാമിലി വ്ളോഗിൽ ഞങ്ങൾ തമ്മിൽ അടിയാണ്, അപ്പോഴത്തേക്ക് ഒരു ഭാഗത്ത് വന്ന് പറഞ്ഞു, അതായത് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ
സ്വന്തം മക്കളെ അല്ലെ മക്കളുടെ വിദ്യാഭ്യാസം അല്ലെ വീട്ടിലെ കാര്യങ്ങൾ, ഭർത്താവിൻ്റെ കാര്യങ്ങൾ അല്ലെ മാതാപിതാക്കളുടെ ഇതൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്ത നമ്മുടെ ജനങ്ങൾ ഇങ്ങനെയുള്ള ഫാമിലി വ്ളോഗിൽ അയ്യോ അവർക്ക് സങ്കടമാണ്, അയ്യോ അവിടുത്തെ കുട്ടിക്ക് സങ്കടമാണ്, അവർക്ക് ഇന്നതില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തിലെ പകുതി സമയവും ഇങ്ങനെയുള്ള കാര്യത്തിനാണ് ചിലവാക്കുന്നത്. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ തട്ടിപ്പാണ്, ഇത് ചെയ്യാൻ പാടില്ല, ഇതിൽ നിന്ന് പലരും ഇതുപോലെ പല തട്ടിപ്പിലും പെട്ട് അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞാലും ഇങ്ങനെയുള്ളൊരു പരസ്യം കാണുമ്പോൾ, അതായത് ടി ടി ഫാമിലിയിലെ ഷെമിയാണ് ചെയ്യുന്നത്, അപ്പോൾ എന്തായാലും നമ്മളൊരു ബെഡ്ഷീറ്റ് വാങ്ങണ്ടേ അല്ലേ, അവർക്ക് എന്തായിരിക്കും, നമുക്ക് സ്നേഹമില്ലെന്ന് വിചാരിക്കില്ലേ, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കുമോ ഇതൊക്കെ ചെയ്യുന്നത് പോയിട്ട്. എന്തായാലും ഇതിപ്പോൾ രണ്ടാളിങ്ങനെ വന്നു, ഇത് പലരും ഇതുപോലെ ചെയ്യുന്നുണ്ട്, പുറത്തു വരും എന്തായാലും. കാരണം ഇതൊരു വലിയൊരു എമൗണ്ട് വാഗ്ദാനം ചെയ്തിട്ടാണ് പലരും ഇതുപോലെ ഞാൻ വീട് വിൽക്കുന്നുണ്ട്, ഇതൊരു പരസ്യമായിട്ട് ചെയ്യണം, ഇതൊരു ലക്കി ഡ്രോ പോലെ നടത്തണം, ഇതുപോലെ ബെഡ്ഷീറ്റിൻ്റെത്, ഇനി പല ഇത് ലക്കി ഡ്രോകളും നമ്മൾ കാണും. കാരണം ജനങ്ങൾ ഏത് തട്ടിപ്പിലും ഇരയായാലും ശരി തട്ടിപ്പാകാൻ വേണ്ടി നിന്ന് കൊടുക്കുന്നത് പോലെയാണ് നമ്മുടെ ജനങ്ങൾ. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇതുപോലെയുള്ള റീൽസോ അല്ല ഇതുപോലെ വ്ളോഗ്സോ ചെയ്യുന്നവരെ എന്തോ ഒരു ദൈവമായി കണ്ടുന്നത് പോലെ നമ്മൾ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അതുപോലെ വീട് എടുക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം വീടുണ്ടായിരിക്കെ വീടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പരസ്യം, അവർക്ക് വീടില്ല, ആ കുഞ്ഞിന് വീടില്ല, നിങ്ങളെല്ലാവരും കൂടി സംഭാവന ചെയ്തിട്ട് വേണം അവർക്ക് വീടെടുക്കാൻ. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും പണം ചിലവാക്കുന്ന നമ്മുടെ ജനങ്ങൾ ഒട്ടുമേ ഇല്ലാത്ത, നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലും ഒരുപാട് അനുഭവിക്കുന്ന അസുഖങ്ങളായിട്ടായാലും അല്ലേ ഒരു കുഞ്ഞിന് സ്കൂളിൽ പഠിക്കാൻ പറ്റാഞ്ഞിട്ടായാലും അല്ലേ നല്ലൊരു ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇതൊന്നും കൊടുക്കാൻ നമ്മളെ ജനങ്ങൾക്ക് അയ്യോ ഇത്രയും പൈസയോ, 50 രൂപയായിരിക്കാം അല്ലെ 100 രൂപയായിരിക്കാം, അതിന് പറ്റാത്ത ജനങ്ങൾ ഇതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള നറുക്കെടുപ്പിലായാലും അല്ലേ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും പണത്തിന് ആവശ്യപ്പെട്ടാൽ ഇതൊക്കെ കൊടുക്കാൻ തയ്യാറായി, പറ്റിക്കപ്പെടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അപ്പം പിന്നെ ഇവർ ഏത് രീതിയിലുള്ള ചതികൾ കൊണ്ടുവന്നാലും അത് അവർക്ക് വിജയിക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇവരിത് ചെയ്യുന്നത്. എന്തായാലും ഇതിനെപ്പറ്റി ഇപ്പോൾ വിദ്യാഭ്യാസം കൂടുമ്പോൾ ജനങ്ങളുടെ ബുദ്ധി കുറഞ്ഞു പോവുകയാണോ ചെയ്യുന്നത്? വിദ്യാഭ്യാസവും അറിവും ഒക്കെ കൂടുകയല്ലേ. പണ്ടൊക്കെ ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് ഇങ്ങനെയുള്ള തട്ടിപ്പൊന്നും പുറത്തോട്ട് വരുന്നില്ല. ഒരു കൂട്ടം കുറച്ച് ആൾക്കാർ അല്ലേ പത്രങ്ങളിൽ വന്നാൽ എല്ലാവരും പത്രങ്ങൾ വായിക്കണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൻ്റെ ഇതിൽ നമ്മളെല്ലാ ചതിവുകളും അല്ലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടും ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്? വീണ്ടും വീണ്ടും പോയി ഇതുപോലുള്ള ചതിവുകളിലും ഇതുപോലുള്ള നറുക്കെടുപ്പ് എന്ന് വെച്ചാൽ അവിടെ, അല്ലെങ്കിൽ അവർക്ക് കുറേ പണം കൊടുക്കണം, അവർക്ക് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവിടെ. സ്വന്തം വീട്ടിൽ പോലും സഹായിക്കാത്തവരായിരിക്കും കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും ഇനിയും പറ്റിക്കപ്പെടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാൽ മനസ്സിലാക്കുന്നവർ ഇത് തട്ടിപ്പാണ്, അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി. കാരണം ഇതിൽ നിന്ന് നറുക്കെടുപ്പ് എടുക്കുമ്പോൾ കുറച്ചെന്തെങ്കിലും അവരൊരു പ്രോത്സാഹന സമ്മാനം പോലെ കുറച്ചെന്തെങ്കിലും ആദ്യം കൊടുത്താലും അതിൻ്റെ പകുതി പണം ഇവരുടെ പോക്കറ്റിലോട്ടാണ് വരുന്നത്. ഈ പാണ്ടിക്കാട് കുഞ്ഞിൻ്റെ കാര്യം തന്നെ കണ്ടില്ലേ, ഇവർക്കൊക്കെ വീതിച്ചെടുക്കാനുള്ള പണം ഇതിൽ നിന്ന് അവരുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ വീട്ടിലെ, അതായത് ഈ പ്രവാസിയുടെ മകൻ്റെ കൂട്ടുകാരനാണ് ഈ വീട് കിട്ടിയിരിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് ചതിവുകൾ ഒളിഞ്ഞിരുന്നിട്ടാണ് ഒന്നും അറിയാത്തവരെ പോലെ ഈ ജനങ്ങൾ പോയിട്ട് വീണ്ടും മഴപ്പാറ്റയെ പോലെ പോയി വീഴുന്നത്. എന്തായാലും കുറച്ചെങ്കിലും ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പിന്നോട്ട് മാറി അത് ശരിയല്ല, ഇത് ചതിവാണ് എന്ന് പറഞ്ഞ് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.